സ്കൂളുകളിൽ ഇന്ന് പ്രതിഷേധം നടക്കും. ഈ പാദപൂജ ചെയ്യിച്ചതിൽ പല ആളുകൾക്കും അമർഷമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയോശിൻ, ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളിലേക്കാണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ചുള്ളത്. രണ്ടും 10 മണിക്ക് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മാവേലിക്കരയിലാണ്. മാവേലിക്കര വിദ്യാധിരാജ സ്കൂളിൽ ഈ സമാനമായ രീതിയിൽ പാദപൂജ ഉണ്ടായിരുന്നത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. അവിടേക്കാണ് ആദ്യം AISFൻ്റെയും ഒപ്പം AYFൻ്റെയും മാർച്ച് ആദ്യമുള്ളത്. എന്തായാലും സ്കൂളിലേക്കുള്ള വഴി പോലീസ് പൂർണ്ണമായും ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട്. അവിടെ സ്കൂളിനകത്ത് മാതാപിതാക്കളടക്കം അസാധാരണമായ നിലയിൽ ഇന്ന് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഈ മാർച്ചിനെ എതിർത്തുകൊണ്ട് അതിനെ ചെറുക്കാനായി ഒരു ശ്രമം ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാനാണ് സ്കൂളിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ ദൂരപരിധിയിൽ പോലീസ് മാർച്ച് തടയാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. AYFൻ്റെ മാർച്ചിന് ശേഷം DYFയുടെ മാർച്ചും ഇതേ സ്കൂളിലേക്കുണ്ട്. ഇതിന് ബദലായി മറ്റൊരു സ്കൂൾ, അതായത് നൂറനാട്ട് സ്കൂളാണ്. അവിടെയാണ് BJP നേതാവിന് പാദപൂജ നടത്തിയത് വിവാദമായത്. ആ ഭാഗത്തും വലിയ പ്രതിഷേധമാണുള്ളത്. അവിടെയും സമാനമായ രീതിയിൽ രക്ഷിതാക്കൾ സംഘടിക്കുന്നതിനൊപ്പം BJPയുടെ ഒരു വിഭാഗം പ്രവർത്തകർ കൂടി ഈ പ്രകടനത്തെ നേരിടാൻ, ഈ DYFയുടെ പ്രകടനത്തെ നേരിടാൻ ഒത്തുചേരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അതായത് അവിടെയും സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം വലിയ സംഘർഷം രണ്ടു വിഭാഗവും തമ്മിൽ ഈ പാദപൂജ വിവാദത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സ്ഥലമാണ് നൂറനാട്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ കൂടുതൽ ശ്രദ്ധ ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ആ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനുള്ള എല്ലാ ഇടപെടലുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ അസാധാരണ നിലയിൽ രണ്ട് സ്കൂളുകളിലും ഈ രക്ഷിതാക്കളും BJPയുടെ പ്രവർത്തകരും ഒത്തുകൂടുന്നത് ഒരു വെല്ലുവിളിയാണ്. എന്തായാലും സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഇടപെടലുകൾ രണ്ട് സ്കൂളുകളിലും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്.